എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി കടത്തിയ കേസിൽ കോന്നി മുൻ MLA അറസ്റ്റിൽ. ഈ വാചകം വായിക്കാൻ തന്നെ എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി, നമ്മൾ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ കട്ടിളയാണ്, കട്ടിള ഗോപാലനാണ്. കട്ടിള എവിടെ വെച്ച് കഴിഞ്ഞാലും, ഏത് വീടിന് കട്ടിള വെച്ചാലും ഗോപാലൻ അത് പൊക്കും. ഇത് ഗോപാലനേക്കാളും അപ്പുറമാണ്, അയ്യപ്പൻ്റെ കട്ടിളയും പൊക്കും. അങ്ങനെയുള്ള ഒരു ഗോപാലനായി മാറുകയാണ് കോന്നിയുടെ മുൻ MLA ആയ CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവായ 1991 34-ാമത്തെ വയസ്സിൽ കോന്നിയിൽ MLA ആയതാണ്. ഈ അടുത്തൊന്നും ആയതല്ല. അത്രയും കാലമായി 19 വർഷമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ച സഖാവ്. ആ സഖാവാണ് അയ്യപ്പൻ്റെ മുതൽ കള്ളൻ, മറ്റ് കള്ളന്മാർക്ക് കുട പിടിച്ച പെരുങ്കള്ളൻ. അതാണിപ്പോൾ SIT അറസ്റ്റിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ആ കള്ളനെ ഇത്രയും നാളും കൊണ്ടു നടന്ന പാർട്ടി പിന്നെ പത്മവ്യൂഹത്തിലെന്നല്ല, അതിനും അപ്പുറത്ത് എന്തെങ്കിലും ആണെങ്കിൽ അതാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു പ്രതികരണം അങ്ങ് നടത്തിയിട്ട് പോയത്. എന്ത് പറയാനാണ്? ഈ കള്ളനെ കൊള്ളാൻ പറ്റുമോ? ഈ കള്ളനെ തള്ളിയാൽ ഈ കള്ളൻ മറ്റു കള്ളന്മാരുടെ പേര് പറയില്ലേ? അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് MV ഗോവിന്ദ മാസ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒന്നും എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലൊന്നും നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതിനൊക്കെ മുമ്പേ നടന്ന ഇടപാടുകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അദ്ദേഹം കള്ളന്മാരെ സംരക്ഷിക്കേണ്ട എന്നുള്ള ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും എന്തായാലും തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെരിഫറലായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയത്തിന്റെ മെറിറ്റിലേക്കൊന്നും അദ്ദേഹം ആഴത്തിൽ പോകാനോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ സാധിക്കാത്ത യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോൾ ഓർ എന്നുള്ളൊരു മറുപടിയാണ് ഇന്ന് MV ഗോവിന്ദ മാസ്റ്റർ നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു മറുപടിയായിട്ട് ഞാൻ കരുതുന്നുമില്ല. ഇന്ന് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.